വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ഓർണമെന്റ്സിന്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നേരത്തെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള മോഡൽ തന്നെയാണ്. അതിന്റെ തന്നെ കുറച്ച് തിക്കായിട്ട് കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് എല്ലാ റേഞ്ചിലും ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരിയുടെ നമുക്കൊരു ഡയമണ്ട് ഫിനിഷ് കൂടുതലുള്ള ഐറ്റം ആണ്. പിന്നെ ഇച്ചിരി ഹെവി ഡിസൈൻ. നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് പറഞ്ഞ കുഞ്ഞ് പാറ്റേൺ ആയിരുന്നു. അപ്പോൾ ഇച്ചിരിയും കൂടെ ഹെവി ആയിട്ടുള്ള നമുക്ക് ഒന്ന് കാണാൻ പാകത്തിലുള്ള ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അപ്പോൾ ഇതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതൽ വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്പർ ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. നമ്പർ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇതാണ്, കാണാമല്ലോ അല്ലേ. അപ്പോൾ ഇതും നമുക്ക് നോർമലിനേക്കാളും കുറച്ച് തിക്കായിട്ടുള്ള പാറ്റേൺ ആണ്. സ്റ്റോൺസ് അത്ര ഹെവി ഡിസൈനാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ റേറ്റ് ഇച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് കാണിച്ചു തരാം. ബാക്ക് സൈഡിൻ്റെ ഡിസൈൻ ഇതുപോലെ കേട്ടോ. എല്ലാത്തിനും ഡിഫറെൻറ്റ് ആയിട്ടാണ് ഡിസൈൻ വരുന്നത്. ഇതൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് ഗോൾഡിൻ്റെ ഒക്കെ കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല, ശരിക്കും ഗോൾഡ് പോലെ തന്നെയാണ്. പിന്നെ ഇതിന് രണ്ട് സൈഡിലും ലോക്ക് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ. എന്നിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ എല്ലാവരും ചോദിച്ചിട്ട്, ഇതിനങ്ങനെ പ്രത്യേകിച്ച് സൈസ് ഇല്ല. ഇതിങ്ങനെ ആവറേജ് ഈ ഒരു വലിപ്പത്തിലാണ് വരുന്നത്. പിന്നെ കൈക്കൊക്കെ അത്യാവശ്യം ഇവിടം കൊണ്ട് വണ്ണം കൂടുതലാണെന്ന് സ്വന്തമായിട്ട് അറിയാവുന്നവരാണെങ്കിൽ ഇത് എടുക്കരുത് കേട്ടോ. ഇത് ഏകദേശം ഒരു മീഡിയം ലാർജ് എക്സൽ വരെയൊക്കെയുള്ള നോർമൽ ആ ഒരു സൈസൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല. അതിന് മേലോട്ട് എനിക്ക് തോന്നുന്നു ഡബിൾ എക്സലുകാർക്കൊക്കെ വരുന്ന കൈക്ക് ഇവിടം കൊണ്ട് വണ്ണം കൂടുതൽ വരില്ലേ. അപ്പം അതുകൊണ്ട് ആ ഒരു സൈസ് വരെ ഉള്ളവർക്കായിരിക്കും കേട്ടോ ഓക്കെ ആയിട്ടുള്ള. അപ്പോൾ അത് അല്ലാത്തവരാണെങ്കിൽ പോലും ഇവിടം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ വണ്ണം കൂടുതലുണ്ടെന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വള എടുക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെ ഈ ഒരു ലോക്ക് സിസ്റ്റം അതിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നോക്കി അത് കയറുന്ന പാറ്റേൺ അല്ല കേട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് തന്നെ ഇടണം. അപ്പോൾ ഇട്ട് കഴിയുമ്പം അടിപൊളി പാറ്റേണുകളാണ് ഇതുപോലെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ശരിക്കും ഇതിന് ആ ഒരു ഡയമണ്ട് ഫിനിഷ് തന്നെയാണ്. ഇത് ശരിക്കും ഗോൾഡിലൊക്കെ മേടിക്കാനാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ റേഞ്ച് വരുന്ന ആ ഒരു അത്രയും റേറ്റ് വരും. അപ്പോൾ ഇത് നോക്കുമ്പോൾ 1000 ബിലോ റേഞ്ചേ ഉള്ളൂ. നിങ്ങൾക്ക് മാറിയൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റിൻ്റെ റേറ്റ് വരുന്നത് 720 രൂപയാണ്, 720. നമുക്ക് അടുത്തതിൻ്റെ തന്നെ ആ സെയിമിൻ്റെ തന്നെ ആ ഒരു കളർ ചേഞ്ച് ആട്ടോ. അടിപൊളി കളറാണ്. നമ്മുടെ മരതകം ഇല്ലേ ആ ഒരു ഷെയ്ഡിലാണ് സെൻറ്ററിൽ സ്റ്റോൺ കൊടുത്തേക്കുന്നത്. ഗോൾഡ് അല്ലെന്ന് പറയുമോ, അത്രയും ഫിനിഷിങ് ആട്ടോ. അതായത് ഉണ്ടല്ലേ ഇതുപോലെയാണ് വരുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡ് ആയിട്ട് ലോക്കിൻ്റെ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് സെയിം തന്നെ, മുമ്പേ കാണിച്ച സെയിം ഡിസൈനാണ് കേട്ടോ. കളറിന് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. റേറ്റ് സെയിം തന്നെയാണ്, 720, 720. നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ ഇതാ കേട്ടോ. ഇത് കുറച്ചുകൂടി റേറ്റ് കുറവുണ്ട്. എന്തായാലും സ്റ്റോണൊക്കെ നല്ല ഭംഗി, കുറച്ച് വലിപ്പമുള്ള സ്റ്റോൺസ് കൊടുത്തേക്കുന്നതുകൊണ്ടാണ് കുറച്ച് റേറ്റ് കുറവ് വരുന്നത്. പിന്നെ ലോക്ക് സിസ്റ്റം വരുന്നത് ഇതുപോലെ. ബാക്ക് സൈഡിലെ ഡിസൈൻ ഇതാ കേട്ടോ. ഇതിൻ്റെ ഞാൻ ഏകദേശം ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പാറ്റേണിലാണ് ഡിസൈൻ വരുന്നത്. ഇതേ പറഞ്ഞേ ഒരു കുഞ്ഞു സ്റ്റോൺസ് ചെറുതാകും തോറും നമുക്ക് ആ റേറ്റ് കൂടുതൽ വരും. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്ന 520 ആണ്, 520. നമുക്ക് അടുത്ത ഡിസൈൻ വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ സ്റ്റോൺ വരുന്ന ഐറ്റം കേട്ടോ. ഇത് നല്ല രസമുണ്ട്. നമുക്ക് സാധാരണ വരുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. ശരിക്കും ആ ഒരു സ്വർണ്ണത്തിൽ വരാറുള്ള സെയിം കളേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ആ റേറ്റ് കൂടുതൽ വരുന്നത് അതിൽ യൂസ് ചെയ്യുന്ന സെയിം ആ ഒരു സ്റ്റോണൊക്കെ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. എഡി സ്റ്റോണിൻ്റെ ഒക്കെ ആണെങ്കിലും നല്ല ഫിനിഷിംഗ് ഉള്ള സ്റ്റോൺസ് ആണ്. ഇതാട്ടോ ഡിസൈൻ. ഇത് അടിപൊളിയായിട്ട് കേട്ടോ. നല്ലൊരു ഫ്ലവർ പാറ്റേൺ ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വീതി കൂടി പ്ലെയിൻ ആയിട്ടാണ് പോയിനെ. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ലോക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇച്ചിരി കൂടെ ഒരു വീതിക്കുള്ള സ്റ്റോൺസ് ആയതുകൊണ്ടാണ് റേറ്റ് ഇതിനൊക്കെ കൂടുതൽ വരുന്നത് കേട്ടോ. ഇതിൻ്റെ നമ്പർ കൊടുത്തേക്കാം. റേറ്റ് 620 രൂപയാണ്, 620. നമ്മുടെ ലാസ്റ്റ് ഐറ്റം ഈ സെക്ഷനിലെ തന്നെ ഏറ്റവും റേറ്റ് കൂടിയ ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്, കാരണം അതിൻ്റെ സ്റ്റോൺ അത്ര ഫിനിഷിങ് ആട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ശരിക്കും കൂടെ മനസ്സിലാവുന്നില്ല. നേരിട്ട് കാണാനാട്ടോ കുറച്ചുകൂടി രസം. അത് ഭയങ്കര ഫിനിഷിങ്ങിലായി ഒരു സ്റ്റോൺ കൊടുത്തേക്കുന്നത്. കുഞ്ഞായിട്ടുള്ള ഫ്ലവറിൻ്റെ പാറ്റേണിൽ ഇതുപോലെ സൈഡിലത്തെ ഡിസൈൻ. ഇത് ബാക്കിയെല്ലാം മുമ്പേ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ തന്നെ കാണിക്കാവേ. ഇതിപ്പോൾ ഗോൾഡിൽ വരുമ്പോൾ ഏകദേശം ഒരു 1.5-2 lakhs ഒക്കെ ആവും. കാരണം അത്ര ഒരു സ്റ്റോൺ ഫിനിഷ് ഒക്കെ വരുമ്പോൾ പണിക്കൂലി ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനും അത്യാവശ്യം നല്ല റേഞ്ച് വരും കേട്ടോ. ആ ഒരു രീതിയിൽ കണക്ക് കൂട്ടിയിട്ട് വേണം ഇതിനെ നോക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ നോർമൽ ഐറ്റംസ് വെച്ചിട്ട് ആ ഒരു ഇത് ചെയ്യരുത്, കാരണം അത്രയും ഫിനിഷിങ് കൂടിയ ഐറ്റമാണ്. സ്റ്റോണും കൂടിയ പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതിന് റേറ്റ് 950 രൂപ കേട്ടോ, 950.